എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഉഷ കൃഷ്ണമൂർത്തി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചുള്ളൊരു കറിയാണ്. അതിന് വേണ്ടുന്ന ചേരുവകളാണ് എടുത്തു വച്ചിരിക്കുന്നത്. കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, തക്കാളി, മല്ലി, മുളക് വറുത്ത് പൊടിച്ചത്, കടുക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്, അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരല്പം കുരുമുളക് പൊടി ഈ പാത്രത്തിലുണ്ട്. ഒരു അര ഗ്ലാസ് വെള്ളവും വേണം. ഞാൻ ചട്ടി വെച്ച് കല്ല് ചൂടായിട്ടുണ്ട്. ചീനച്ചട്ടിയിലോട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് സവാള ഇട്ട് വഴറ്റാം. ഒരു സവാള അരിഞ്ഞതാണ്. സവാള ഒന്ന് നന്നായിട്ട് വഴന്നു വരട്ടെ. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്ത് ഒന്ന് വഴന്നു വരുമ്പോൾ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മല്ലി, മുളക് വറുത്ത് പൊടിച്ചതിടുന്നുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇടാം, ഒരു അര ടീസ്പൂൺ. കോളിഫ്ലവറിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നോക്കിയിട്ടിട്ടില്ലെങ്കിൽ കൂടുതലായി പോകും. നമുക്ക് ഗരം മസാല കൂടെ ഇടാനുള്ളതാണ്. അപ്പോൾ ഇതൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് വഴന്ന് വരട്ടെ. പച്ചമണം മാറുന്നവരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇതെല്ലാം വഴന്നു വന്ന് പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ ഇടാം. കോളിഫ്ലവർ മഞ്ഞൾമുളക് എല്ലാം ചേർത്ത് വെച്ചാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരല്പം ഉപ്പും ചേർത്ത് കുഴച്ച് വെച്ചതാണ്. ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് നമ്മുടെ കോളിഫ്ലവർ, തക്കാളി, വെള്ളമുളക്, സവാള, ഉരുളക്കിഴങ്ങ് എല്ലാം ചേർത്തിട്ടുള്ള ഈ മസാലക്കറി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അര ഗ്ലാസ്. അതൊഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളമാണ്. ഇനി നമുക്കതിനകത്ത് ഇടാനുള്ളത് ഗരം മസാല ഒരു പിഞ്ചിടുന്നുണ്ട്. ഒരു പിഞ്ച് ഗരം മസാല, അതായത് അര ടീസ്പൂൺ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതിനെ ഒന്ന് അടച്ച് വയ്ക്കാം. കോളിഫ്ലവറെല്ലാം വെന്തിട്ടുണ്ട്, നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ വയ്ക്കാം. ഞാനിപ്പം ഉച്ചയ്ക്ക് ചോറിനാണ് ഇതെടുക്കുന്നത്. വെന്തിട്ടുണ്ട്, എന്നാൽ കുഴഞ്ഞു പോകാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഉരുളക്കിഴങ്ങെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തവണ ഇത് ഇളക്കാതിരുന്നാൽ തന്നെ പൊടിയാതിരിക്കും. അപ്പം അങ്ങനെ ഇന്നത്തെ ചോറിനുള്ള കറിയായി. പയർ വറുത്ത് വെച്ചിട്ടുണ്ട്. മധുരക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഇന്ന് വെള്ളച്ചോറാണ്. ഇടയ്ക്ക് വെള്ളയും ഇടയ്ക്ക് ചുവപ്പും മാറി മാറിയാണ് ഉണ്ടാക്കാറ്. എല്ലാം റെഡിയായി. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. പിന്നെ എന്നെ കൂടെ നിങ്ങളോടൊപ്പം കൂട്ടുക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം.
എന്നെ കൂടെ കൂട്ടിയാൽ എനിക്കും ഒരു സഹായമാകും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ പാചകം ഇവിടെ അവസാനിക്കാറായി. ഓഫ് ചെയ്യാൻ പോകുന്നു.